സല്ലല്ലാഹു ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്തു ചൊല്ലണേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി സ്വഹാബത്തിനോട് പറയാണ്, സ്വഹാബ ഇസ്രാഇ മിറാജിന്റെ രാവിലെ ഞാൻ ഒരുപാട് അത്ഭുത കാഴ്ചകൾ കണ്ടുവല്ലോ സ്വഹാബ, ഒരുപാട് കാഴ്ചകൾ കണ്ടല്ലോ. അന്നാണ് ഞാൻ ഖബർ കണ്ടത് സ്വഹാബ. ഖബറിന്റെ അകത്ത് നടക്കുന്ന ഭയാനകമായ അത്ഭുതങ്ങളെ, അല്ലാഹുവിന്റെ ചെമ്പ് പഴിപ്പിച്ച പരലോകത്ത് മനുഷ്യകുലത്തെ വിചാരണ ചെയ്യുന്ന ഭയാനകമായ രംഗങ്ങളെ ആ ഇസ്രാ മിറാജിന്റെ യാത്രയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് സ്വഹാബ. സ്വർഗം കണ്ടത് അന്നാണ് സ്വഹാബ, നരകം കണ്ടത് അന്നാണ് സ്വഹാബ. സ്വർഗത്തിലൂടെ ഞാനിങ്ങനെ നടന്നു പോയപ്പോ ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിയൽ അൻഹാർ, കളകളാളവും ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗമുണ്ടല്ലോ, രോഗമെന്താണെന്ന് അറിയാത്ത സ്വർഗമുണ്ടല്ലോ, വിശപ്പറിയാത്ത സ്വർഗമുണ്ടല്ലോ, ദാഹമറിയാത്ത സ്വർഗമുണ്ടല്ലോ, പ്രതിസന്ധികളില്ലാത്ത, കണ്ണുനീരില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, കഷ്ടപ്പാടുകളില്ലാത്ത, രോഗമില്ലാത്ത, ക്ഷീണമില്ലാത്ത, തളർച്ചയില്ലാത്ത അല്ലാഹുവിന്റെ സുഖലോക സ്വർഗമുണ്ടല്ലോ. ആ സുഖലോക സ്വർഗത്തിലൂടെ ഞാൻ നടന്നു പോയപ്പോ സ്വഹാബ, സ്വർഗത്തിന്റെ കവാടത്തിലെ ഞാൻ 5 പേരുകൾ കണ്ടുവന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, 5 പേരുകൾ ഞാൻ കണ്ട സ്വഹാബ, 5 പേരുകളാണ് ഞാൻ കണ്ടുപോയത് സ്വഹാബ. പ്രിയപ്പെട്ടവരെ, ആ 5 പേരുകൾ ഏതെന്നറിയോ? ഏതാണ് നബിയെ? പറഞ്ഞു തരിക നബിയെ, ഏത് പേരുകളാണെന്ന് തങ്ങളെന്ന് പറഞ്ഞു തരൂ നബിയെ. ആ 5 പേരുകൾ ഏതാണെന്ന് പറഞ്ഞു തരുമോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ മഹത്വം കേൾക്കുന്നവരെ, അവിടുത്തെ ചരിത്രം കേൾക്കുന്നവരെ, അവിടുത്തെ മഹത്വം കേൾക്കാൻ ഒരുങ്ങി നിൽക്കുന്ന റമദാനിലാവിന്റെ കുടുംബങ്ങളെ, നിങ്ങളോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസ് പറഞ്ഞു തരട്ടെ. സ്വർഗത്തിന്റെ കവാടത്തിൽ